ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് 2 കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ തലേന്ന് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ 1.5 കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 6 ഇഞ്ചിൻ്റെ 2 ടിന്നിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ടോളായിട്ടുള്ള ഒരു ടിന്നും അതുപോലെ കുറച്ച് അത്രയും ഹൈറ്റ് ഇല്ലാത്തൊരു ടിന്നും 2 ടിന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ചെയ്തതാണേ. അപ്പോൾ ഞാനിവിടെ 6 ലെയർ കേക്ക് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു ലെയർ കൂടി വെക്കാമെന്നുള്ള രീതിക്കാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ടൈമിൽ കേക്ക് നമ്മൾ എങ്ങനെ ചെയ്താലും കേക്കിൻ്റെ വെയിറ്റ് കൂടുതലാവും. അപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് നോക്കിയതിന് ശേഷം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ നല്ല കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ലെയർ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് അത്യാവശ്യം ലേറ്റായിട്ട് വന്ന ഓർഡറാണ് കേട്ടോ. നമുക്ക് നൈറ്റിൽ നമുക്കൊരു 9 മണി ടൈമിൽ ഒരു 8:45 ടൈമിലൊക്കെയാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സത്യത്തിൽ മടിയാണെങ്കിലും പിന്നെ അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡിസൈനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വൈറ്റ് ക്രീം കൊടുത്തിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരു ബട്ടർഫ്ലൈ തീം കേക്കാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്കുള്ള ബട്ടർഫ്ലൈസ് വെച്ച് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉള്ള കളേഴ്സൊക്കെ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ബ്ലൂ കളറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പാലറ്റ് നൈഫിൽ കളർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് അധികം കളർ അതിലാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിന് മാച്ചായിട്ടുള്ള ബോൾസും ബട്ടർഫ്ലൈസൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ പ്രിൻ്റ് എടുത്ത ബട്ടർഫ്ലൈസ് അല്ല, നമുക്കിപ്പോൾ റെഡിമെയ്ഡ് പാക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പാക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം ഒരുപാട് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 4 വെച്ചിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻറ്റിലാണ് കേട്ടോ നെയിം വെച്ചിട്ടുള്ളത്, താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞ പോലെ സെറ്റാക്കിയിട്ട് അത് നമ്മൾ ഡെലിവറി ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർക്ക് മോഡൽ അയച്ചു കൊടുത്തതാണ് കേട്ടോ. ഒരുപാട് മോഡൽ അയച്ചതിൽ കസ്റ്റമർ ഈ ഒരു എണ്ണാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അങ്ങനെ പാക്ക് ചെയ്തിട്ട് ഓട്ടോയിൽ കൊടുത്തു വിടുകയാണ്. ഇവിടെ കുറച്ച് തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ നമുക്കത് കൊണ്ടുപോയി കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു കേക്കും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഡ്രസ്സ് ചെയ്ത് ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഓട്ടോയിൽ കൊടുത്തു വിടുക ചെയ്തത് കേട്ടോ. നമുക്ക് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാഴയിലയിൽ ചോറും പിന്നെ നമ്മളിത് കിഴങ്ങ് പൊരിച്ചതാണ് കേട്ടോ. ഇതിവിടെ അനീതിയുടെ മോള് ഇതുപോലെ റീൽസ് കണ്ടപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചിക്കനും മീനൊന്നും ഇടാതെ നമ്മൾ പച്ചടിയും അതുപോലെ കിഴങ്ങ് പൊരിച്ചതും മുട്ട പൊരിച്ചതും കടുമാങ്ങയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമുള്ളത് ഞങ്ങളിങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് പൊതി തുറന്നിട്ട് അങ്ങനെ കഴിച്ചു. എന്ന് നമ്മൾ സാധാരണ രീതിക്കല്ലേ കഴിക്കണത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സെറ്റ് ചെയ്യാനുള്ളത് ഇതേപോലെ 1.5 കിലോ വെയിറ്റ് വരുന്ന വനില കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് ഞാൻ 2 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം നമുക്ക് 6 ലെയർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കസ്റ്റമർ അവർ 1 കിലോ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ ക്രം കോട്ട് ചെയ്യാൻ നേരത്ത് കസ്റ്റമർ 1/2 കിലോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ക്രീമിലേക്ക് ഞാൻ ആ ഒരു സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് എന്തിനാന്നുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ആഡ് ചെയ്തോണമെന്നില്ല. വനില കേക്കാണ്, അതിലിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ ഞാനിവിടെ ബാലൻസ് വന്നതുകൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീമിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഞാനിവിടെ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ റേറ്റ് മേടിച്ചിട്ടുമില്ല കേട്ടോ, സാധാ റേറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രീമിൽ നമ്മൾ ആ ഒരു സോസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ക്രീമിൻ്റെ വെയിറ്റ് കൂടുമല്ലോ. സാധാ നമ്മൾ ഒന്നും ആഡ് ചെയ്യാത്ത ക്രീമും അതുപോലെ നമുക്കിതുപോലെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത ക്രീമും തമ്മിൽ വെയിറ്റിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ ആ ഒരു ക്രീമിൽ ആ ഒരു സോസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് നല്ല കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 6 ലെയർ വീതമാണ് കേട്ടോ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കേക്ക് 1.5 കിലോ ആണ്. പക്ഷേ ഈ ഒരു കേക്ക് അത്ര ഹൈറ്റ് ഇല്ലാത്തത് ഇത് 7 ഇഞ്ചിലും ആദ്യം ചെയ്ത കേക്ക് നമ്മൾ 6 ഇഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡിഫറൻസാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ വൈറ്റ് ക്രീമിൽ
സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് ആദ്യം വേറൊരു ഡിസൈനായിരുന്നു കേട്ടോ അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് കളർ ആഡ് ചെയ്യണം. അവരെ മോൻ്റെ ഡ്രസ്സ് ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് കണ്ടില്ലേ, നമ്മൾ 1.5 കിലോ കേക്കാണ്, പക്ഷേ 2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കേക്കും അങ്ങനെ ആവാറുണ്ട് കേട്ടോ. കസ്റ്റമർ പറഞ്ഞതിനേക്കാളും ഒരുപാട് കൂടുതലുണ്ടാവും നമ്മുടെ കേക്ക്. ഈ ഒരു ഡാർക്ക് ഗ്രീനിലാണ് ബേബിൻ്റെ ഡ്രസ്സ് വന്നിട്ട്. അപ്പോൾ ഇത് ഫുള്ളി നമ്മൾ കേക്ക് കവർ ചെയ്യാനുള്ള മോഡലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കളർ ആഡ് ചെയ്യണം, മാത്രമല്ല മേ ബി ഒരു ബിറ്റർ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഈ ഒരു മോഡലാണ് കേട്ടോ പിന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ തന്ന മോഡൽ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇപ്പോൾ ഈ ഒരു കളറാണെങ്കിലും നമ്മൾ ഈ ഒരു കളർ ഉള്ളിലേക്ക് ഇങ്ങനെ അബ്സോർബായി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈം ആയപ്പോക്കിന് ഒന്നും കൂടി ഡള്ളായിരുന്നു. കസ്റ്റമറിൻ്റെ അടുത്ത് കിട്ടിയപ്പോക്കിന് ഇതിലേറെ ലൈറ്റ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉള്ളിലേക്ക് കളർ അബ്സോർബാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഡെലിവറിയുടെ തൊട്ട് മുന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. മാക്സിമം കളർ അവർക്ക് ആ ഒരു ഡ്രസ് കോംബോ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് 4 കപ്പ് കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനൊരു കപ്പ് കേക്കിന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നമ്മളത് പാക്ക് ചെയ്തിട്ട് അതും നമ്മൾ അങ്ങനെ ഓട്ടോയിൽ കൊടുത്തു വിട്ടു കേട്ടോ. കപ്പ് കേക്ക് വേറൊരു ബോക്സിലും ഡോൾ കേക്ക് എന്ന് പറയാൻ നമുക്ക് സാധാ നമ്മളെ ബോക്സിലേക്കുള്ള ഹൈറ്റേ ആ ഒരു കേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ഓട്ടോയിൽ കൊടുത്തു വിട്ടിട്ട് ഞങ്ങളിവിടെ കസിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. മൂത്താപ്പാരുടെ വീട്ടിലൊക്കെ പോകാനുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ, അവിടെ വന്നിട്ട് ഞാൻ അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കസിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ലൈസിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ കഴിക്കലും സംസാരിക്കലും എല്ലാം കൂടിയായിരുന്നു. ഞങ്ങൾ നേരത്തെ പോയെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ആയിട്ട് കാണുകയാണ് എല്ലാവരെയും. മൂത്താപ്പ വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്ന്. പിന്നെ എല്ലാവരോടും പോയി വരുമ്പോഴേക്ക് തന്നെ നല്ല ലേറ്റ് ആവുമല്ലോ. അപ്പോൾ കിച്ചണിൽ മൂത്തമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞങ്ങളാണെങ്കിൽ നല്ലോണം ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ മുത്തപ്പൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നൈറ്റിലാണ് കേട്ടോ, കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓർഡേഴ്സൊക്കെ കഴിഞ്ഞപ്പോക്കിന് ഞാൻ അവിടെയൊക്കെ പോകാൻ നല്ല ലേറ്റായി. അവിടെ ചെന്നപ്പോൾ പിന്നെ മൂത്തമ്മ കടുമാങ്ങ ഒക്കെ എടുത്ത് തന്നു. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുണ്ട് കേട്ടോ. അത്ര ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മൂത്തമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ പാത്രത്തിലാക്കി തന്നു. അവിടുന്ന് നമ്മൾ പിന്നെ ചായയും ബേക്കറിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്ത മുത്തപ്പാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച്. അപ്പോൾ അവരാദ്യം അതവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോക്കിന് 10 മണി ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ മുത്തപ്പ വീട്ടിൽ കൊടുന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുകയും ചെയ്യണേ.